ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ കാത്തിരുന്ന് അവള് വന്നു. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. മര്യാദക്ക് എണീറ്റ് വീട്ടിൽ പോ. എല്ലാരും ഇങ്ങോട്ട് എത്തിയ പ്രശ്നമാവേ. മനസ്സിലായോ നിനക്ക്? ചേട്ടന്റെ പേരെന്താ? താൻ സ്വപ്നം കണ്ട് പേടിച്ചെന്ന് ഞാൻ സ്വപ്നം കണ്ടു. എന്താന്ന്? അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കണ്ട് പേടിക്കോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതിലൊരു കുഴപ്പമില്ല. എന്നിട്ട് ഉറങ്ങാതിരുന്നിട്ട് എന്താ ചെയ്ത? ഉറങ്ങാതിരുന്നിട്ട് എന്താ ചെയ്തെന്ന് ചോദിച്ചാ ഞാനേ തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ആന ഉറങ്ങുന്നത് കണ്ടു. എന്നിട്ട് 1-2 തവണ ഉമ്മ വെച്ചെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇതേ നല്ലൊരു വടി വെട്ടിവെച്ച് അടിക്കാത്തതിന്റെ കുഴപ്പം. ചുമ്മാ ഓരോന്ന് തട്ടി വിടുക. ചുമ്മാ ഒന്നുമല്ല. ഉറക്കത്തിലേ തന്നെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? സത്യം. മതി. ഇപ്പൊ എന്തായാലും എഴുന്നേറ്റല്ലോ. ഇനി ആ ചായ എടുത്ത് കുടിക്ക. ജോലിയുണ്ട്. എന്ത് ജോലി? ഓഫീസിൽ പോണ്ടേ? എന്താ ഓഫീസ്? അത് പൂട്ടിക്കളയാൻ പറ. എന്താ? പിന്നല്ലാതെ മനുഷ്യൻ സ്വസ്ഥമായിട്ട് ഭാര്യയോട് കൂടി ഇരിക്കുമ്പോഴാ ആ ഓഫീസും ജോലി തിരക്കുള്ളൂ. ഓ, എന്നാൽ ഇവിടെ ഇരുന്നോ. ഞാൻ പോയി എല്ലാരെയും വിളിച്ചോണ്ട് വരാം. എന്നിട്ട് ഇനി മുതൽ ഓഫീസിൽ പോകുന്നില്ലാന്നും കണിമംഗലത്തെ ബിസിനസ്സുകളൊക്കെ നിർത്താൻ പോവാണെന്നും അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ അങ്ങ് പറ. ഓക്കെ? ആരും വിളിക്കണ്ട. താൻ പറയുന്നത് ഞാൻ കേട്ടാ മതിയല്ലോ. അങ്ങനെ വഴിക്ക് വാ. ഓ, എനിക്കിത് തനിയെ പിടിച്ച് കുടിക്കാനൊന്നും വയ്യ. എന്നാ വാ തുറക്ക്. നല്ല ചൂടോട് ഞാൻ ഒഴിച്ചു തരാം. വായ തുറക്കൊക്കെ ചെയ്യാം. പക്ഷേ ഈ ചൂടാറ്റി കൊച്ചുങ്ങൾക്ക് അമ്മമാര് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തരണം. നിസ്സാര ഭ്രാന്തൊന്നും അല്ലല്ലോ. തരുന്നുണ്ടോ ഇല്ലയോ? ഓ ശരി. ഇനി ഈ കൊച്ചുകുട്ടിയെ ഊതിയാറ്റി കുടിപ്പിച്ചില്ലെന്ന് വേണ്ട. ഈ പരിപാടി കൊള്ളാം കേട്ടോ. ഇനി മുതല് നമുക്ക് ചായ ഇങ്ങനെ കുടിച്ചാൽ മതി. എന്തിനാ ചായ മാത്രാക്കിയത്? ഇനി മുതൽ ചോറും കഞ്ഞിയും ബിരിയാണിയും ഒക്കെ ഇങ്ങനെ ആക്കാം. ഞാൻ റെഡി. എന്നാ ഞാൻ റെഡിയല്ല. ഇനി ഇവിടെ നിന്ന് കൊഞ്ചാതെ പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക്. എനിക്ക് താഴെ നല്ല പണിയുണ്ട്. കൊല്ലും ഞാൻ. പിടിച്ചല്ലേ ഞാൻ വീഴുവേ. ഞാൻ മാത്രമല്ല, അത് കുഴപ്പമില്ല. വീണോട്ടെ. നടക്ക് നടക്ക്. സൂര്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല, എനിക്ക് തൽക്കാലം കേൾക്കാൻ ഉദ്ദേശമില്ല. സൂര്യ വേണ്ട വേണ്ട, ഞാൻ വീഴും. പേടിയാവുന്നു. ഇത്ര നേരം താൻ എന്നെ പേടിപ്പിച്ചല്ലേ, ഇനി ഇതൊക്കെ അനുഭവിക്കും. നോക്കി ഇവളെന്താ ഇവിടെ? അറിയില്ല സൂര്യ. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ചോദിച്ചേ കേട്ടില്ലേ? ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താന്ന്? ആരാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ?
ഇതെന്താ ഇവളിങ്ങനെ സൂര്യ? കൽപ്പനെ, വരുൺ വന്ന് കാണുന്നതിന് മുമ്പ് ഇവളെ പുറത്തിറക്കി വിട്ടേ പറ്റൂ, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അവൻ എങ്ങനെ പ്രതികരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സൂര്യ ഇവളൊന്നും മിണ്ടാതിരിക്കല്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താനൊരു കാര്യം ചെയ്യ്, പോയി അച്ഛനമ്മയെ വിളിച്ചോണ്ട് വാ. സൂര്യ ഒരു മിനിറ്റ്, ഞാൻ അവളോടൊന്ന് പറഞ്ഞു നോക്കാം. പ്രിയങ്ക, പ്രിയങ്ക, ദേ എന്തിനാ? ദേ പ്രിയങ്ക, എന്തിനാ പ്രിയങ്ക? ഇങ്ങോട്ട് വന്നേ. പ്രിയങ്ക, ആറ്റുവാശ്ശേരി നിന്നേ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പറഞ്ഞേ, അറിയോ? സൂര്യ, ഇവളുടെ കണ്ടീഷൻ കുറച്ച് പ്രശ്നമാണെന്ന് കേട്ടിരുന്നു. നമ്മളാരും പോയി കണ്ടില്ലല്ലോ, എന്താ അവസ്ഥയെന്നറിയാതെ. അതാ ഞാൻ പറഞ്ഞത്, നീ പോയി അച്ഛനമ്മയെ വിളിച്ചോണ്ട് വാ. ചെല്ല്. അങ്ങനെ കാത്തിരുന്ന് അവള് വന്നു. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. മര്യാദയ്ക്ക് എണീറ്റ് വീട്ടിൽ പോ. എല്ലാരും ഇങ്ങോട്ട് എത്തിയ പ്രശ്നമാവേ, മനസ്സിലായോ നിനക്ക്? ചേട്ടന്റെ പേരെന്താ? അമ്മേ, വാതില് തുറന്നേ. അമ്മേ, വാതില് തുറക്കമ്മേ. അമ്മേ, വാതില് തുറക്കമ്മേ. എന്തിനാ? ദേ, ഞാൻ ചായ തരാൻ വന്നതാ. നീ കൊടുത്ത പ്രിയങ്ക മോൾ ഒന്നും കഴിക്കില്ല എന്നറിയില്ലേ, പിന്നെ എന്തിനാ നേരത്തിന് എടുത്തോണ്ട് വരുന്നേ? അമ്മേ, വാതില് തുറക്ക്.